നിങ്ങളൊക്കെ നന്നായി ദുആ ചെയ്യണം. ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്. ഒരു മരത്തിന് ഇടി കൊണ്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് സംഭവിച്ചത്. അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അതിൽ പൊരുത്തപ്പെടുകയല്ലാതെ നമുക്ക് വേറെ സമാധാനമില്ല. ആ ഒരു ആശയം നമ്മുടെ മുന്നിലില്ലെങ്കിൽ നാമൊക്കെ പതറിപ്പോകുമായിരുന്നു. കാരണം പെട്ടെന്നുള്ള സ്റ്റോക്ക് അത്രയും വലുതാണ്. അനുജനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ്, ആശാകേന്ദ്രമാണ്. എനിക്ക് 6 സഹോദരിമാരുണ്ട്. ഈ 6 സഹോദരിമാരുടെയും കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അവരൊക്കെ സാമ്പത്തികമായി വല്ല പ്രയാസം വരുന്ന സമയത്ത് അത് പരിഹരിക്കുന്ന ആളാണ്. തിരിച്ച് ഇന്ന ഡേറ്റിൽ നിങ്ങളത് തരണമെന്ന് ഒറ്റ പെങ്ങളോടും പറഞ്ഞിട്ടില്ല. അവരാവശ്യപ്പെടുന്ന സംഖ്യ കൊടുക്കും, തിരിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കും. തിരിച്ചു തരണമെന്ന് പറയലില്ല. അവരെവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കിട്ടിയാൽ ഓല് കൊടുക്കും. അങ്ങനെ അവർക്കാണ് വലിയ പ്രയാസം. സാധാരണ ഞാനുമായിട്ട് ഫോൺ സംഭാഷണം ഞങ്ങളായിട്ട് നടത്തുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും. ഫോണിൽ സംസാരിക്കുമ്പോൾ കുറച്ചേ പറയുള്ളൂ. അത് എന്നോടും അങ്ങനെ തന്നെ. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് അത് കഴിയും. നേരിട്ട് മുഖാമുഖമായിട്ട് സംസാരിക്കുമ്പോൾ എത്രയും പറയും. പക്ഷേ ഈ ഞായറാഴ്ച അല്ലേ മരണം നടക്കുന്നത്, ബുധനാഴ്ച ഞാനുമായിട്ട് 3/4 മണിക്കൂർ നേരം സംസാരിച്ചിട്ടുണ്ട്. അന്ന് എവിടുന്നാ നീ വിളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ കൊല്ലത്തുനിന്നാണ്. കാരണം ദർസുള്ള സമയത്ത് ഫോൺ ചെയ്യല്ല. എവിടുന്നാ വിളിക്കണമെന്ന് വെച്ചാൽ കൊല്ലത്തുനിന്നാണ്. അപ്പോൾ ഇന്നലെ വന്നതാണ്, ഇന്നും കൂടെ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. കൊല്ലത്തുനിന്നാണ്. 3/4 മണിക്കൂർ സംസാരിച്ചിട്ട് തീർന്നിട്ടില്ല. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്, ജമാഅത്തിന് പള്ളിയിലെത്തണം, ഇനി നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചിട്ടില്ല. അതാണ് അവസാനത്തെ സംസാരം. പക്ഷേ ആ 3/4 മണിക്കൂർ സംസാരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം, അനുജന്റെ വീട് പണി നടക്കുന്നുണ്ട്, ആ വിഷയം, 3 പെങ്ങന്മാരുടെ വിവാഹ പ്രായമെത്തിയ പെൺമക്കളുണ്ട്. 3 പെങ്ങന്മാർക്ക്, 6ൽ 3 ആൾക്കും അവരുടെ വിവാഹ കാര്യങ്ങൾ. ഞാൻ സേവനം ചെയ്യുന്നത് ഓമശ്ശേരിയിലാണ്. ഓമശ്ശേരിയെക്കുറിച്ച്, അടുത്ത വർഷത്തെ അവസ്ഥയെക്കുറിച്ച്, അവൻ സേവനം ചെയ്യുന്നത് ഇവിടെ CK നഗറിലാണ്. CK നഗറിലെ ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച്, ഇവിടുത്തെ മദ്രസയുടെ പണിയെക്കുറിച്ച്, ദർസിനെ കുറിച്ച്, 2ാം മദ്രസായ ജലീൽ ഉസ്താദിനെ കുറിച്ച്, അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു 3/4 മണിക്കൂർ സംസാരത്തിൽ വന്നത് എന്നത് പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ വരാത്തൊന്നുമില്ല, എല്ലാ വിഷയവും. ഇതൊക്കെ എനിക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഇങ്ങനൊക്കെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതായിരുന്നു എന്ന് പിന്നീടാണ് ചിന്തിച്ചപ്പോൾ മനസ്സിലായത്.